നമുക്ക് നാളെ നിഫ്റ്റിയിലേക്കുള്ള ഇമ്പോർട്ടൻസ് ലെവലുകളൊന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നാളെ എക്സ്പയറി ഡേ കൂടിയാണ്. അതിനേക്കാൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആയിട്ട് നാളെ 3 നല്ല കമ്പനീസിന്റെ റിസൾട്ട് വരാനുണ്ട്. റിലയൻസ്, ഇൻഫോസിസ്, ആക്സിസ്. അതെന്തായാലും നമ്മുടെ നിഫ്റ്റിയിൽ ഇമ്പാക്ട് വരാനുള്ള സാധ്യത ഉണ്ടാവും. കഴിഞ്ഞ 2 ദിവസങ്ങളിലും മാർക്കറ്റ് ഒരു റേഞ്ചിലാണ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു റേഞ്ചിൽ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരിക്കും. അതിന് മുന്നേ നിങ്ങൾ നോക്കിയാൽ മൺഡേ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടാക്കിയിരിക്കുന്ന ഓവറോൾ മൂവ്മെന്റിന്റെ ഇൻസൈഡിലാണ് കഴിഞ്ഞ 2 ദിവസവും ട്രേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നാളെ നിങ്ങൾക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡില്, അതായത് 23,300 എബോവ് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അപ്സൈഡിലേക്കും, അതുപോലെ തന്നെ 23,130 ബിലോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്കും ഒരു ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാറായപ്പോഴേക്കും 23,200 അറൗണ്ട് നല്ല പുട്ടും കോളും റൈറ്റേഴ്സ് എൻട്രി ചെയ്തിട്ടുണ്ട് സ്ട്രാഡിലായിട്ട്. ലാർജർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ചാനലിലാണ് മാർക്കറ്റ് ഇപ്പം മൂവ് ചെയ്യുന്നത്. വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഭയങ്കര കൂടുതലാണ്, വിക്സും വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു ചാനലിലാണ് റെസ്പെക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല സൈഡ് വേസ് റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ലിംഗ് സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യാം. ഈവൻ ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റിന് ഒരു മൊമെന്റം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് നമുക്ക് നാളത്തേക്ക് മാർക്കറ്റിൽ വാച്ച് ചെയ്യാം.